ഉണ്ട്. ആഹ് എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ ശാസ്ത്ര പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ലൈറ്റ് വൈസ് ടോക്ക് 94-ാമത്തെ ശാസ്ത്ര എപ്പിസോഡാണ്. ഈ സയൻസ് പ്രഭാഷണ പരമ്പരയുടെ 94-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് കാർണിവോറസ് പ്ലാന്റ്, അതായത് ഇരപിടിയൻ ചെടികളുടെ പരിണാമത്തെ കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് നവീൻ പ്രസാദ് അലക്സ് ആണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് തുർക്കു ഫിൻലാൻഡിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ട് ഈ പ്രഭാഷണ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാനാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രഭാഷണത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് ഈ സസ്യലോകത്തിലെ ഒരു അത്ഭുതമാണ് ഈ കാർണിവോറസ് പ്ലാന്റ്. ഇപ്പൊ നമുക്ക് പലരിലും ചെറുപ്പകാലത്ത് ഈ ഈ കാർണിവോറസ് പ്ലാന്റ് അത്ഭുതവും കൗതുകവും ജനിപ്പിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും സയൻസ് ഫിക്ഷൻ കഥകളിലും അതേപോലെ ഹോളിവുഡ് സിനിമകളിലും പലപ്പോഴും ഭീകര രൂപികളായാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഭീകര രൂപികളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഇതില് ഇത് അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പ്രാണികളെയും മറ്റു ചെറിയ ആനിമൽസിനെയും ഭക്ഷിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്ന് ഈ ചെടികൾ എന്ന് പറയുന്നത് ഒരു ചതുപ്പ് നിലങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. അപ്പോ നിങ്ങൾക്ക് അറിയണ പോലെ ഇവരുടെ സർവൈവലിന് നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ ആവശ്യമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ചതുപ്പ് നിലങ്ങളിലെ കണ്ടീഷൻ കാരണം ഇവയ്ക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും ഇവിടെ ഒരിക്കലും കുറവായിരിക്കും. അതുകൊണ്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്ക് പരിണാമപരമായ അഡാപ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇരകളെ പിടിക്കാനും അവരെ ആകർഷിക്കാനും അവരെ ട്രാപ്പ് ചെയ്യാനും അവരെ ഡൈജസ്റ്റ് ചെയ്യാനും പരിണാമപരമായ അഡാപ്റ്റേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവര് ഇതിനെ ട്രാപ്പ് ചെയ്യും. ഈ പ്രാണികളൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്. അതിൽ നിന്നാണ് ഇവരുടെ നൈട്രജൻ സോഴ്സ് അവർ എടുക്കുന്നത്. അങ്ങനത്തെ പല അഡാപ്റ്റേഷനും ലഭിച്ചിട്ടുണ്ട്. ഈ കൺവെർജന്റ് എവല്യൂഷന് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ കാർണിവോറസ് പ്ലാന്റുകളുടെ എവല്യൂഷൻ. പിന്നെ നിങ്ങൾക്കറിയാം, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിനും ഇതില് നല്ലൊരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 1875 തോന്നുന്നു ഒരു ബുക്ക് ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറഞ്ഞ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അറിയാം ഇതിന്റെ ജീനുകൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നവീൻ പറയും. എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പല ജീനുകളും ഫംഗസിനെയും പ്രാണികളെയും തടുക്കാൻ വേണ്ടിയാണ്, ഡിഫൻസിന് വേണ്ടിയുള്ള ജീനുകൾ ഇതിലുണ്ടായിരുന്നു. പക്ഷേ പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഈ ജീനുകൾ റീപർപ്പസ് ചെയ്തു. ഇത് കുറച്ചും കൂടി പ്രാണികളെ ആകർഷിക്കാനും ഡൈജസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ കുറെ ജീനുകൾ അവർ റീപർപ്പസ് ചെയ്തു. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ഇതിന്റെ പരിണാമത്തിൽ. ഇനി നമുക്ക് നവീനെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഓഫ് ടർക്കുവിലത്തെ ബയോളജിക്കൽ സയൻസിലെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയാണ് അദ്ദേഹം ക്രിയ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്ന് BSc ഓണേഴ്സിൽ ബയോളജിക്കൽ സയൻസിന്റെ ഡിഗ്രി ഹോൾഡറാണ് അദ്ദേഹം. പിന്നെ ഇത്ര ചെറുപ്രായത്തിൽ നിരവധി അച്ചീവ്മെന്റ് നവീൻ സ്വായത്താക്കിയിട്ടുണ്ട്. ഞാൻ ചില അച്ചീവ്മെന്റ് ഞാൻ പറയാം. അദ്ദേഹം ന്യൂറോ സയൻസ് അക്കാഡമിയിലെ ജൂനിയർ ഫെല്ലോ ആണ്. പിന്നെ അതുകൂടാതെ പോപ്പുലർ സയൻസ് മലയാളത്തിൽ 2 ബുക്കുകളുടെ ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം ഇതേപോലെ കുറെ ടോപ്പുകളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആറ്റുമാലി ജോർജ് മെമ്മോറിയൽ അവാർഡ്, അതായത് യങ് സയന്റിസ്റ്റുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി എവല്യൂഷൻ, എക്കോളജി സംബന്ധമായ നിരവധി ആർട്ടിക്കിൾസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് എവല്യൂഷണറി ബയോളജി, ഫൈലോജെനറ്റിക്സ്, ഹോസ്റ്റ് ഇൻസെക്ട് ഇന്ററാക്ഷൻ, ബിഹേവിയർ എക്കോളജി ഇതാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോ ഞാൻ നവീനെ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, പ്ലാന്റ്സിന്റെ ഒരു കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ ലോകം, അതിന്റെ പരിണാമത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഉൾക്കാഴ്ചകൾ നവീൻ നമുക്ക് തരും. സ്വാഗതം നവീൻ. താങ്ക് യു. ഇൻട്രൊഡക്ഷൻ ഒരുപാട് താങ്ക്സ്. പിന്നെ വീണ്ടും സയൻസ് പീപ്പിളിൽ ഒരു ടോക്ക് കൂടി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ തന്ന അവസരത്തിനും സയൻസ് പീപ്പിളിന്റെ എല്ലാ
ആളുകൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെ കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് കാർണിവോറസ് പ്ലാന്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്ലാന്റ് കാർണിവോറി അല്ലെങ്കിൽ എരപിടിയന്മാരായ സസ്യങ്ങൾ, ഇത് നമ്മുടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം ഒരൊറ്റ ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരൊറ്റ ഓർഡറിലോ ആയിട്ട് ഇട്ടുകൊണ്ട് ഒരൊറ്റ തവണ ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്ന് പലർക്കും ഒരു ധാരണയുണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. അതൊരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു കൺവേർജന്റ് ഇവല്യൂഷൻ ഉള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് പ്ലാന്റ് കാർണിവോറിയുടെ ഇവല്യൂഷൻ. അതായത് ഓൾമോസ്റ്റ് ഒരു 5 ഡിഫറെന്റ് പ്ലാന്റ് ഓർഡേഴ്സിലായിട്ട് 11ഓളം തവണ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺവേർജന്റ്ലി ഈ ഒരു പ്ലാന്റ് കാർണിവോറി എന്ന് പറയുന്ന ഫിനോമിനൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് അതിന്റെ മോർഫോളജിക്കലി നോക്കുകയാണെങ്കിലും അത് വളരെ കൺവേർജന്റ് ആണ്. അതായത് പല രീതിയിലുള്ള ട്രാപ്പുകളും പല രീതിയിലുള്ള മെക്കാനിസംസും ഇതിന് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇത് ഫോട്ടോസിന്തറ്റിക്കും ആണ് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ വേണ്ട എനർജി കിട്ടുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ബാക്കി എല്ലാ ആൻജിയോസ്പേംസും ബാക്കി എല്ലാ പ്ലാന്റ്സും ഉപയോഗിക്കുന്ന രീതിയിലൂടെ തന്നെയാണ് ഇതിന്റെ എനർജി കിട്ടുന്നത്. മറ്റ് നൈട്രജനും ഫോസ്ഫറസും പോലെയുള്ള ന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഇൻസെക്ട്സിനെയോ ഒക്കെ ചെറുജീവികളെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നതും അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതും. പിന്നെ ഈ നേരത്തെ നമ്മൾ 11ഓളം തവണ പല ഫാമിലികളിലായിട്ടാണ് അല്ലെങ്കിൽ പല ഓർഡറുകളിലായിട്ടാണ് ഇത് ഇവോൾവ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനൊരു ഏറ്റവും മികച്ചൊരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഒരു പിക്ചർ ട്രാപ്പ് അല്ലെങ്കിൽ ഒരു നെപ്പന്തസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കാർണിവോറസ് പ്ലാന്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു ക്ലോസസ്റ്റ് റിലേറ്റീവ് അല്ലെങ്കിൽ ഇതിന് ക്ലോസ് റിലേഷൻ ഉള്ളതെന്ന് പറയുന്നത് ഈ സ്റ്റാർ ഫ്രൂട്ട് മരത്തോടാണ്. മറ്റേ താഴെ കാണിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ, അത് ഇൻഡോ ചൈനീസ് റീജിയനിൽ കണ്ടുവരുന്ന മറ്റൊരു നെപ്പന്തസ് ചെടിയാണ്. അപ്പൊ ഈ രണ്ട് നെപ്പന്തസ് ചെടികൾ തമ്മിലുള്ള റിലേഷനേക്കാളും കൂടുതൽ ഈ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന പ്ലാന്റ്, നെപ്പന്തസ് പ്ലാന്റ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് ഈ സ്റ്റാർ ഫ്രൂട്ട് പ്ലാന്റിനോടാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം അത് അത്രയും ഒരു ഇവല്യൂഷണറി ബയോളജിയിൽ ഇത് പറയാം, അത്രയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഡറുകളിലോ അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റുകളിലോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ ഇവല്യൂഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റഡീസിന് ശരിക്കും തുടക്കം ഇടുന്നത് ചാൾസ് ഡാർവിനാണ്. അദ്ദേഹം ഒരു 10 വർഷത്തോളം തുടർച്ചയായിട്ട് ഈ പ്ലാന്റ്സിനെ നിരീക്ഷിക്കുകയും അവിടെ ആക്ച്വലി കാർണിവോറി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്ച്വലി ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും 1897 ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് പ്ലാന്റ് കാർണിവോറി എന്താണ് എന്ന് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് എങ്ങനെയാണ് ഒരു പ്ലാന്റ് കാർണിവോറസ് പ്ലാന്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക എന്ന് നോക്കുകയാണെങ്കിൽ അതിന് ഇത്രയും മാനദണ്ഡങ്ങൾ, ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള അത്രയും മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അല്ലെങ്കിൽ ആ പ്രത്യേകതകളുള്ള പ്ലാന്റ്സ് എല്ലാം കാർണിവോറസ് ആണ് അല്ലെങ്കിൽ ഇൻസെക്ടിവോറസ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. ഈ 5 ട്രേറ്റുകൾ, അതായത് ഒരു പ്രേയെ, അതായത് പ്രധാനമായും ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്യാനുള്ള, പിടിക്കാനുള്ള ട്രാപ്പുകൾ ഉണ്ടാവുക. അത് പലതരത്തിലുള്ള ട്രാപ്പുകൾ ഉണ്ട്, നമ്മൾ അതിലേക്ക് പിന്നീട് വരും. പിന്നീട് ആ പിടിച്ച ഇരയെ, ആ ഇൻസെക്ടിനെ കൊല്ലാനുള്ള മെക്കാനിസം ഉണ്ടായിരിക്കുക. പിന്നീട് ഇവയെ ഡൈജസ്റ്റ് ചെയ്തതിൽ നിന്ന് നൈട്രജനും ഫോസ്ഫറസും പോലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ കഴിയുക. പിന്നീട് ഈ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ഈ പ്ലാന്റിന് വളരാൻ കഴിയുക എന്നുള്ളതാണ്. ഈ 5 ട്രേറ്റുകളുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പൊതുവെ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കാറുള്ളത്. ഇതാണ് ഈ 5 എണ്ണമാണ് പ്രധാനമായും ഉള്ള ടൈപ്പ് ഓഫ് കാർണിവോറസ് ട്രാപ്സ്, അല്ലെങ്കിൽ ഈ 5 തരത്തിലുള്ള ട്രാപ്പിംഗ് മെക്കാനിസംസ് ആണ് കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഇടയിൽ പ്രധാനമായും കണ്ടുവരാറുള്ളത്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒന്നത് പിക്ചർ ട്രാപ്പ് അല്ലെങ്കിൽ പിറ്റ്ഫോൾ ട്രാപ്പ് എന്ന് പറയുന്നത് ഈ നെപ്പന്തസ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. അതിന് പറഞ്ഞ പോലെ ഒരു പിക്ചർ ട്രാപ്പ്, ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു പിക്ചർ ട്രാപ്പ് ഉണ്ടായിരിക്കും. അതിന്റെ മുകളിൽ ഒരു അടപ്പ് പോലെ ഉണ്ടായിരിക്കും. അതിന്റെ ഉള്ളിൽ ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടായിരിക്കും. അതിലേക്ക് ഇരയെ ആകർഷിച്ച് അതിലേക്ക് ഈ പ്രാണി വീണ് പോവുകയും അവിടെ വെച്ച് ഡൈജഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിൽ പ്രധാനമായി ഇത് അട്രാക്ട് ചെയ്യാനും ഈ പല ട്രാപ്പുകളും പല രീതിയിലുള്ള മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പിക്ചർ ട്രാപ്പിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിട്ട് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റിൽ മാത്രം കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഇൻസെക്ട്സിനും ഈ പ്രേസിനും മാത്രം കാണാൻ കഴിയുന്ന ചില വിഷ്വൽ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതിലേക്ക് അട്രാക്ട് ആയിട്ടാണ് ഈ പിക്ചർ ട്രാപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പ്രാണികൾ വരാറുള്ളത്. പിന്നീട് രണ്ടാമതുള്ളത് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നതാണ്. ഡ്രൊസീറ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ്. ഇതിന്
കൂടുതലായും ഒരു ചെടിയിൽ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർസ് ഉണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. അതിലേക്ക് പ്രധാനമായും മണത്തിന്റെ സെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലൈ ട്രാപ്പിലേക്ക് ഇൻസെക്ട്സ് അട്രാക്ട് ആയി വരാറുള്ളത്. പിന്നീട് പല ഫ്ലൈ ട്രാപ്സിലും പല ഈ ട്രാപ്പുകളിലും ഇതിന് ഈ ചെടി അനങ്ങുന്ന ഒരു ഫിനോമിനൻ കണ്ടുവരാറുണ്ട്. അതായത് ഈ പ്രാണി വന്ന് ഈ ചെടിയിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിലും എസ്കേപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ നേരെ ചുരുണ്ട് കൂടി ആ പ്രാണിയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അവിടെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ പല ഫ്ലൈ ട്രാപ്പുകളിലും കണ്ടുവരാറുണ്ട്. മറ്റൊന്നാണ് അത് വളരെ ഏറ്റവും ഇത് നമ്മൾ ഈ കാർണിവോറസ് പ്ലാന്റ്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിനെ പറ്റിയാണ്. അത് പറയുന്ന പോലെ ഈ രണ്ട് ഇലകൾ ഈ ഒരു വി ഷേപ്പിൽ നിൽക്കുകയും അതിലേക്ക് ഈ സെന്റ് മൂലം തന്നെ ഇൻസെക്റ്റുകൾ അട്രാക്ട് ആയി വരിക, അവിടെ ഒരു സ്റ്റിക്കി സർഫസ് ഉണ്ട് അവിടെ, അതിൽ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ മെക്കാനിസം വർക്ക് ചെയ്യാറുള്ളത്. അത് ഈ പറയുന്ന പോലെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാർണിവോറസ് പ്ലാന്റ് ആണിത്. ബ്ലാഡർ ട്രാപ്സ് അഥവാ ബ്ലാഡർ വോർട്സ് ആണ് അടുത്ത വിഭാഗം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും, അതായത് ഈ പ്ലാന്റ്സിന്റെ ഇടയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാപ്പിംഗ് മെക്കാനിസം ഉള്ളത് ബ്ലാഡർ ട്രാപ്സിൽ അഥവാ ബ്ലാഡർ വോർട്സിലാണെന്ന് നമുക്ക് പറയാം. കാരണം ഇത് ഒരു അക്വാട്ടിക് അല്ലെങ്കിൽ സെമി അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് ഈ ബ്ലാഡർ ട്രാപ്സ് കണ്ടുവരുന്നത്. ഇത് ഇതിന്റെ ഈ താഴെയുള്ള പിക്ചർ നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു സാക്ക് പോലൊരു സ്ട്രക്ചർ. ഇവിടെ ഈ ചെടി ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുകയും ഈ വെള്ളത്തിനടിയിലൂടെയൊക്കെ പോകുന്ന ചെറു പ്രാണികളോ അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ ഈ വാക്വത്തിലേക്ക് ഒരു പാർഷ്യൽ വാക്വത്തിലേക്ക് പമ്പിൻ ചെയ്യപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് ഇതിന്റെ ഒരു ബ്ലാഡർ ട്രാപ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. പിന്നെ ലോബ്സ്റ്റർ പോട്ട് ട്രാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് കണ്ടുവരുന്ന ഒരു ട്രാപ്പ് കൂടിയാണ് ഈ ലോബ്സ്റ്റർ പോട്ട് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. ഇതിന് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതായത് ഒരു വി ഷേപ്പിലുള്ള ഇലകളാണ് ഇതിന്റെ. അതിലേക്ക് പ്രാണി ഒരു തവണ വന്നു പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് പിക്ചറിനോടൊക്കെ സമാനമായ ഒരു മെക്കാനിസത്തിലാണ് ഈ ട്രാപ്പുകൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ചെടികളുണ്ട്. അതിൽ ഈ ഡ്രൊസീറ പ്ലാന്റ് കേരളത്തിലെ മൂന്നാറിൽ ഇരുവിള നാഷണൽ പാർക്കിൽ കണ്ടുവരുന്നതാണ്. ഡ്രൊസീറ മക്രാന്ത എന്ന് പറയുന്ന ചെടി. ഇത് ഡ്രൊസീറ വിഭാഗത്തിൽപ്പെട്ട ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലൈ ട്രാപ്പ് യൂസ് ചെയ്യുന്ന ചെടിയാണ്. ഇതിന്റെ ഈ ഭാഗത്ത് കാണുന്ന സ്റ്റിക്കി ആയിട്ടുള്ളത് ഫ്ലൈ ട്രാപ്സ് ആണ്. പിന്നെ അതുപോലെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ കാർണിവോറസ് പ്ലാന്റ്സും ആൻജിയോസ്പേംസിന്റെ ഉള്ളിൽ തന്നെ പെടുന്നതാണ്. അഥവാ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുടെ ഒരു വിഭാഗമായ ആൻജിയോസ്പേംസിൽ തന്നെയാണ് ഈ കാർണിവോറസ് പ്ലാന്റ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻജിയോസ്പേംസ് ഇവോൾവ് ചെയ്തതിന്റെ ശേഷമാണ് ഇവയുടെ ഇവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഈ 11 അഥവാ 12 തവണ നടന്ന ഇവല്യൂഷനും അതിന് ശേഷമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. പിന്നീട് ഇതിന്റെ ഇവല്യൂഷനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് കാർണിവോറി ഇവോൾവ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് പ്രധാനമായും 3 മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത്. ഒന്ന് മോർഫോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസസ്, അഥവാ ഈ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ മോർഫോളജി എങ്ങനെയാണ്, അതുപോലുള്ള എവിഡൻസസ്. പിന്നീട് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള പ്രോട്ടിയോമിക്സ് പോലെയുള്ള ടെക്നോളജികൾ, അതായത് ഈ ഓരോ പ്രോട്ടീന്റെ സ്ട്രക്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ, അതിന്റെ ആ പ്രോട്ടീനുകളുടെ ഇവല്യൂഷണറി ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുക, അതുപോലുള്ളത്. പിന്നെ അവസാനമായി ഓഫ്കോഴ്സ് ഫൈലോജെനറ്റിക്സ്, മറ്റേതൊരു ജീവി വിഭാഗങ്ങളുടെ ഇവല്യൂഷൻ പഠിക്കുന്ന പോലെ ഇതിനും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഇവ കണ്ടുവരുന്നത് വളരെ മാർഷി ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് അല്ലാത്ത ആവാസ വ്യവസ്ഥകളിലാണെന്ന് നമ്മൾ നേരെ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ ഫോസിലൈസ് ചെയ്യപ്പെടാനുള്ള അല്ലെങ്കിൽ ഫോസിൽ വൽക്കരണം നടത്താനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഈ ഇവ കണ്ടുവരുന്ന ആവാസ വ്യവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഫോസിൽ എവിഡൻസസ് വളരെ കുറവാണ്. ഈ ജീവികളെ ഏറ്റവും പഴയ ഒരു ഫോസിലാണ്. അത് ബാൾട്ടിക് സീ റീജിയനിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീ ഇത് ഇതിന്റെ അതൊരു മരത്തിന്റെ കറയിൽ ഇതിന്റെ ചെടിയുടെ കുറച്ച് ഭാഗങ്ങൾ പെട്ടുപോവുക. ആ മരത്തിന്റെ കറയിൽ നിന്ന്, കട്ടിയായ മരത്തിന്റെ കറയിൽ നിന്നാണ്, ട്രീ ആംബറിൽ നിന്നാണ് നമുക്ക് ഈ ഫോസിൽ ലഭിച്ചിട്ടുള്ളത്. അതല്ലാതെ കാര്യമായ ഫോസിൽ എവിഡൻസസ് വളരെ വിരളമാണ് ഈ ഒരു ജീവി വിഭാഗത്തിൽ. പിന്നീട് ഇനി പറഞ്ഞ പോലെ
എന്തുകൊണ്ട് കാർണിവോറി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു അഡാപ്റ്റേഷനിലേക്ക് ഈ ചെടികൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അതായത് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു നോർമൽ ആൻജിയോസ്പേം ആയിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വാസ്തവത്തിൽ കാര്യമായ ഡിഫറൻസസ് ഇല്ല. കാരണം രണ്ടും വാസ്കുലർ ആണ്, രണ്ടും ഫോട്ടോസിന്തറ്റിക് ആണ്, രണ്ടിനും പൂക്കളുണ്ട്. അപ്പോൾ ആകെ ഈ കാർണിവോർ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ മാത്രമാണ് വാസ്തവത്തിൽ ഈ രണ്ട് ചെടികളെയും മാറ്റി നിർത്തുന്ന ഒരിത്, അതും അതിനെ സംബന്ധിക്കുന്ന അഡാപ്റ്റേഷൻസ്. അല്ലാതെ ഒരു നോർമൽ ആൻജിയോസ്പേമും ഒരു കാർണിവോറസ് ആൻജിയോസ്പേമും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇല്ല. നമ്മളിപ്പോ അതുപോലെ തന്നെ എന്തുകൊണ്ട് കാർണിവോറി എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോ ഈ 11 തവണ പലതവണ ഈ ഒരു ഫിനോമിനൻ ഇവോൾവ് ചെയ്തെങ്കിൽ പോലും അവിടെയൊക്കെ ആ പ്രഷർ, ആ ഒരു ഇവല്യൂഷണറി പ്രഷർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒന്ന് തന്നെയായെന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ ആൻജിയോസ്പേമിനെ സംബന്ധിച്ചിടത്തോളം നൈട്രജനും ഫോസ്ഫറസും അടക്കമുള്ള ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ സാധിക്കുന്നു. കാർണിവോറസ് ആയിട്ടുള്ള ചെടികൾ കണ്ടുവരുന്ന ആവാസ വ്യവസ്ഥയിൽ നൈട്രജനും ഫോസ്ഫറസും വളരെ വിരളമാണ്. അതുകൊണ്ട് അതിന് സർവൈവ് ചെയ്യാൻ മറ്റ് മെക്കാനിസങ്ങൾ ആവശ്യമായി വരുന്നു, മറ്റ് മെക്കാനിസങ്ങൾ. അപ്പോൾ തന്നെ ഇതിന് മറ്റ് പ്ലാന്റ്സിനിടയിലുള്ള കോമ്പറ്റീഷൻ വാസ്തവത്തിൽ ഈ കാർണിവോറസ് പ്ലാന്റ്സ് കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ കുറവായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെ ഈ ന്യൂട്രിയൻസ് കുറവായിരുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഇവ കണ്ടുവരുന്ന ആവാസ വ്യവസ്ഥയിൽ വാസ്തവത്തിൽ കുറവാണ്. അതുകൊണ്ട് മറ്റ് പ്ലാന്റുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻ അവിടെ ഈ പ്ലാന്റ്സിന് വളരെ കുറവാണ്. അതുകൊണ്ട് പലതവണ ഈ ഇവല്യൂഷൻ 11ഓളം തവണ ഇൻഡിപെൻഡന്റ്ലി നടന്നെങ്കിലും ആ ഇവല്യൂഷനെ ട്രിഗർ ചെയ്ത ആ ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂട്രീഷനിൽ ഉണ്ടായിരുന്ന ഒരു കുറവ്, അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥയിൽ നൈട്രജനും ഫോസ്ഫറസും പോലെയുള്ള ന്യൂട്രീഷൻസിൽ ഉണ്ടായ ഒരു കുറവ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഇവല്യൂഷണറി ബയോളജി മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇവല്യൂഷൻ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഈ അതായത് ഈ പ്ലാന്റ്സിന്റെ സ്ട്രക്ചേഴ്സ്, അതായത് നമുക്ക് മനസ്സിലാവും പലതിനും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ ലൈക്ക് ഈ ട്രാപ്സ് എല്ലാം ലൈക്ക് നെപ്പന്തസിലാണെങ്കിൽ ശരി, ഫ്ലൈറ്റ് ട്രാപ്പിലാണെങ്കിലും മറ്റ് ബ്ലാഡർ വോർത്തിലാണെങ്കിലും എല്ലാ 5 തരം കാർണിവോറസ് പ്ലാന്റ്സിലും അല്ലെങ്കിൽ 5 തരം കാർണിവോറസ് ട്രാപ്സും എല്ലാം തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇലകളുടെ തന്നെ മോഡിഫിക്കേഷനിൽ നിന്നാണ് ഈ ട്രാപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ഈ ട്രാപ്പുകൾ എന്ന് പറയുന്നതും അതിന്റെ പല ഭാഗങ്ങളും പോലും ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് പോലുമാണ്. അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവ് പോലും ഈ പല ട്രാപ്പുകൾക്കും ഉണ്ട്. പിന്നീട് അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ഫോളിയാർ ഫീഡിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാ ചെടികൾക്കും ഇപ്പോ നൈട്രജനും ഫോസ്ഫറസും പോലുള്ള ന്യൂട്രിയൻസ് വേരിൽ നിന്ന് മാത്രമല്ലാതെ ചെടിയുടെ ഇലയിൽ നിന്നും കൂടി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അത് വേരിന്റെ അത്രയും ശക്തമല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്രയും അബ്സോർബ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും നേരിയ രീതിയിൽ ഈ നൈട്രജനും ഫോസ്ഫറസും ഫോളിയാർ ഫീഡിങ്ങിലൂടെ ഈ ഇലകളിലൂടെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് എല്ലാ ചെടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് നെപ്പന്തസിന്റെ ഒരു മോർഫോളജിക്കൽ ആയിട്ടുള്ള ഇവല്യൂഷനെ നമ്മളിവിടെ ലൈക്ക് കുറച്ച് ഡയഗ്രപരമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ കാണിച്ചതിലെ പോലെ നമുക്കറിയാം വെള്ളം പലപ്പോഴും ഈ കുറച്ച് ഒരു റൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള ചെടികളിലൊക്കെ നടുക്ക് വെള്ളം ചേനയുടെ ഒക്കെ ചേമ്പിന്റെ ഒക്കെ ഇലയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഇലകൾ ഉള്ള ചെടികൾ, അത് ഈ വളരെ ന്യൂട്രിയന്റ് വളരെ കുറവായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ കണ്ടുവരുന്ന ഈ ഒരു ചെടികൾക്കിടയിൽ ഈ കൂടുതൽ കോണിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആകുമ്പോൾ കൂടുതൽ വെള്ളം സ്വാഭാവികമായിട്ട് അതിലേക്ക് ശേഖരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളം ശേഖരിച്ച് കോണിക്കലായിട്ടുള്ള സ്ട്രക്ചർ വെള്ളത്തിൽ ഈ ചെറിയ ജീവികളോ ചെറിയ പ്രാണികളോ ഒക്കെ വന്ന് വീഴുകയും സ്വാഭാവികമായിട്ട് അത് അവിടെ വന്ന് വീണ് ചത്തുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പിന്നീട് കിട്ടുന്ന നൈട്രജനൊക്കെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ കോണിക്കലായിട്ടുള്ള സ്ട്രക്ചറുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ശേഖരിച്ച് നിർത്താൻ ശേഷിയുള്ള സ്ട്രക്ചറുള്ള ചെടികൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫേവർ ഉണ്ടാവും. ആ ഒരു ഇവല്യൂഷണറി പ്രഷർ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ അത് കൂടുതൽ നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ആ ജീന്റെ എക്സ്പ്രഷൻ കൂടുന്നതിന്റെ അനുസൃതമായിട്ട് കൂടുതൽ കൂടുതൽ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ഒരു കോണിക്കൽ സ്ട്രക്ചറിലേക്ക് ഈ ചെടികൾ വരികയും പിന്നീട് അതിന്റെ കൂടെ മറ്റ് അഡാപ്റ്റേഷൻസ്, അതായത് ഈ അവസാനത്തെ ചെടി കാണിച്ചിട്ടുള്ള പോലെ മുകളിലൊരു ക്യാപ്പ് പോലെ വരുമ്പോൾ കൂടുതൽ അതിലേക്ക് വെള്ളം വരാനും കൂടുതൽ പ്രാണികളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഈ അഡാപ്റ്റേഷൻസിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇത്
ആ ചെടികൾ സർവൈവ് ചെയ്യുകയും അങ്ങനെയാണ് ഈ നെപ്പത്നസിന്റെ ഒരു ഇവല്യൂഷൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഒരു ഇവല്യൂഷൻ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മോർഫോളജിക്കലി മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് ഒടുവിൽ ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്ക്, ഈ നെപ്പന്തസിന്റെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ്ലി മനസ്സിലാക്കി പോകേണ്ട അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ് ഈ പ്രോട്ടോ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് കാർണിവോറിയുടെയും അല്ലെങ്കിൽ നോൺ കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടുതൽ തങ്ങി നിർത്താൻ ശേഷിയുള്ള ചെടികൾക്ക് അവിടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്ന ചെടികൾ നമ്മൾ കണ്ടിട്ടുള്ളത് അത് കൂടുതലായും ഈ പൈനാപ്പിളിന്റെ ഫാമിലിയിൽപ്പെട്ട ചെടികളിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കാറുള്ളതാണ്. അപ്പോൾ ഈ ചെടികളിൽ കണ്ടുവരുന്ന ഒരു ഇവല്യൂഷണറി അഡാപ്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുകയും അവിടെ ഈ ചെറിയ ജീവികൾ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടുകയും അപ്പോൾ ഇതിനോട് അല്ലെങ്കിൽ ഈ ചെടികളോടുള്ള ഒരു സിംബിയോട്ടിക് അസോസിയേഷൻ, സിംബിയോട്ടിക് ആയിട്ടുള്ള ഒരു റിലേഷനിൽ ജീവിക്കുന്ന മറ്റ് ജീവികളുണ്ട്. അതായത് തവളകള് അല്ലെങ്കിൽ മറ്റ് ചെറിയ സാൽമണ്ടേഴ്സ് പോലെയുള്ള പല ജീവികളും ഇതിനോടുള്ള ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ. അവ ഈ വെള്ളത്തിൽ വന്ന് ട്രാപ്ഡ് ആയിട്ടുള്ള പ്രാണികളെ ഈ ജീവികൾ തിന്നുകയും എന്നിട്ട് ഈ പ്രാണി അല്ലെ ഈ ജീവികളുടെ ഡ്രോപ്പിംഗ്സിൽ സ്വാഭാവികമായും നൈട്രജനോ അല്ലെങ്കിൽ ഫോസ്ഫറസോ മറ്റു ന്യൂട്രിയൻസോ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ഡ്രോപ്പിംഗ്സ് ഈ വെള്ളത്തിലേക്ക് വീഴുകയും എന്നിട്ട് ഈ ഫോളിയർ ഫീഡിങ് വഴി ഈ ചെടികൾക്ക് ആ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ കഴിയുകയും പറ്റുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു ഫിനോമിനാണ് നമ്മൾ പ്രോട്ടോ കാർണിവോറി അല്ലെങ്കിൽ പ്രോട്ടോ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോ കാർണിവോറസ് പ്ലാന്റ്സിനെ നമ്മൾ പൊതുവെ അതായത് ഈ ഇതിനുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഇനി കണ്ടുവരുന്ന എല്ലാ കാർണിവോറസ് പ്ലാന്റ്സും നെപ്പതസ് അല്ലെങ്കിൽ പിച്ചർ ട്രാപ്സ് മാത്രമല്ല, ബാക്കി എല്ലാം തന്നെ ഒരു പ്രോട്ടോ കാർണിവോറസ് ആയിട്ടുള്ള സ്റ്റേജ് കടന്നിട്ടാണ് വന്നിട്ടുണ്ടാവുക എന്നാണ് കണക്കാക്കുന്നത്. ഇന്നും ധാരാളം പ്രോട്ടോ കാർണിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇന്ന് സർവൈവ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും കണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിളിന്റെ ഫാമിലിയിലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു ട്രാപ്സ്, അടുത്ത ടൈപ്പ് ഓഫ് ട്രാപ്സിന്റെ മോർഫോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു മോർഫോളജിക്കൽ ആയിട്ടുള്ള ഇവല്യൂഷനെ പറ്റിയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ട്രാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലൈറ്റ് ട്രാപ്പ് നമുക്കറിയാം, ഇവയെല്ലാം തന്നെ ലൈക്ക് ഒരു നീണ്ട ഇലയിൽ ഒത്തിരി വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർസ് വന്നാൽ അതിൽ വന്ന് പ്രാണി അകപ്പെട്ട് പോയാണ് ഇതിനെ ട്രാപ്പ് ചെയ്യാറുള്ളത്. പല ഈ വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾക്കും അനങ്ങാനുള്ള, അതായത് ഒരു പ്രാണി ഒന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടി മടങ്ങാനും അവിടെ ആ പ്രാണിയെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടി ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിന്റെ ഒരു ഇവല്യൂഷൻ നമ്മൾ മോർഫോളജിക്കലി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിക്കി ആയിട്ടുള്ള ചെടികളിൽ അഥവാ കുറച്ച് ഹെയർ ഉള്ള എന്നാൽ കംപ്ലീറ്റ്ലി കാർണിവോറസ് അല്ലാത്ത ഒരു പ്രോട്ടോ കാർണിവോറി കാണിക്കുന്ന ചില ചെടികൾ ഇന്ന് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഹെയറി ആയിട്ടുള്ള കുറച്ച് മുള്ളോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്കോ ഒക്കെ ആയിട്ടുള്ള ഇതിൽ പ്രാണി ഒന്നകപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ചെടികൾ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടാവാം ഈ ചെടികൾ ഇവോൾവ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നീട് അടുത്തതിലേക്ക് ഈ പറയാനുള്ളത് ഈ വീനസ് ഫ്ലൈ ട്രാപ്സിനെ പറ്റിയാണ്. വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കാറുള്ളതും അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാർണിവോറസ് പ്ലാന്റിനെ പറ്റി ഒരു റെഫറൻസ് വരാറുള്ളതും ഈ കാർട്ടൂണുകളിലൊക്കെ കാണാറുള്ളത് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഇപ്പോ പല സ്ഥലങ്ങളിലും ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും ഒക്കെ ഈ വീനസ് ഫ്ലൈ ട്രാപ്പിനെ നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ വീനസ് ഫ്ലൈ ട്രാപ്പിനെ പറ്റി അതിന്റെ ഫൈലോജനറ്റിക്കലായിട്ടും മോർഫോളജിക്കൽ ആയിട്ടുള്ള കമ്പാരിസൺസിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നേരത്തെ കാണിച്ചൊരു ഫ്ലൈറ്റ് ട്രാപ്പിൽ നിന്നുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്, അതിൽ നിന്നുള്ള ഒരു ഇവല്യൂഷൻ ആണ് ഒരു വീനസ് ഫ്ലൈറ്റ് ട്രാപ്പിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ കാണുന്നൊരു സ്ട്രക്ചറും അതിൽ തന്നെ ഒരു ഹാർട്ട് പോലെയുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കൂടുതൽ പ്രാണികളെ പിടിക്കുന്നതിൽ കൂടുതൽ ഇഫക്റ്റീവ് ആയി വരികയും അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ കൂടുതൽ സെലക്റ്റഡ് ആയി ഒടുവിൽ ഈ പറഞ്ഞ പോലെ രണ്ട് സെപ്പറേറ്റ് ഇലകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറിലേക്ക് അത് ഈ സാഹചര്യത്തിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ട് ഒടുവിൽ ഇന്നീ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഈ അതിനുള്ള വേറൊരു എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നമ്മുടെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ ഒരു ഫ്ലൈറ്റ് ട്രാപ്പ് ക്യാച്ച് ചെയ്യുമ്പോൾ ഇരയെ പിടിക്കുമ്പോൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ വീനസ് ഫ്ലൈറ്റ് ട്രാപ്പിനും കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രാണി അവിടെ നമുക്കൊരു സാഹചര്യം വീനസ് ഫ്ലൈറ്റ് ട്രാപ്സിന്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നുള്ളതാണ്. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഈ പ്രസന്റേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരുന്നത്. ഇതിന്റെ ഈ ഡൈജഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡൈജസ്റ്റീവ് മെക്കാനിസം ഈ പ്ലാന്റ്സ് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡൈജസ്റ്റീവ് സൂപ്പ് അല്ലെങ്കിൽ ആ എൻസൈംസിന്റെ ഒരു മിക്സിൽ ഇത്തരത്തിലുള്ള കുറേ അധികം എൻസൈമുകളുണ്ട്. അതായത് കൈറ്റിനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കാനേസ്, എസ്ട്രേസ്, പ്രോട്ടിയേസ്, ഫോസ്ഫേറ്റേസ് പോലെയുള്ള ഒത്തിരി എൻസൈമുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈം കൈറ്റിനേസ് തന്നെയാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈറ്റിനേസ് ആണ് ഈ ഡൈജഷനിൽ ഇൻസെക്ട്സിന്റെ ഡൈജഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൈറ്റിനേസ് അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എൻസൈംസ് എല്ലാം അഥവാ ഈ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ബാക്കി പ്ലാന്റുകളിലും ബാക്കി ആൻജിയോസ്പേംസിലും ഒരു പ്രൊട്ടക്ഷൻ അഥവാ ഒരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് കണ്ടുവരുന്നവയാണ്. അതായത് ഫംഗൈകളോ അല്ലെങ്കിൽ മറ്റ് പ്രാണികളോ ഒക്കെ തന്നെ ഇവയെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ ഉപയോഗിക്കാനായി ഈ പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഒരു എൻസൈമുകൾ തന്നെയാണ് ഈ കൈറ്റിനേസ് ആവട്ടെ അല്ലെങ്കിൽ പ്രോട്ടിയേസ് എൻസൈമുകളെല്ലാം. അത് നമുക്കിവിടെ കാണാം. ഈ ഫാമിലിപ്പെട്ട ടുബാക്കോയിലും കുക്കുംബറിലും റാഡിഷിലും ഒക്കെ തന്നെ ഈ പല ഈ കാർണിവോറസ് പ്ലാന്റ്സിന്റെ ഡൈജസ്റ്റീവ് എൻസൈംസിൽ കണ്ടുവരുന്ന ഈ എൻസൈമുകളെല്ലാം തന്നെ ഇവയിലുമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവയുടെ ജീനുകളും ഇവയ്ക്ക് കോഡ് ചെയ്യുന്ന ജീൻ ഏതാണെന്നുള്ളതും നമുക്കിന്ന് അറിയാം എന്നുള്ളതാണ്. അതായത് മറ്റ് ആൻജിയോസ്പേംസ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് കൈറ്റിനേസ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കൈറ്റിനേസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും എല്ലാ ആൻജിയോസ്പേംസിലും ഡിഫെൻസിന് വേണ്ടിയിട്ട് അതായത് ഫംഗൈക്കെതിരായിട്ടുള്ള എൻസൈം ആണ് കൈറ്റിനേസ് എന്ന് പറയുന്നത്. ഒരു ഫംഗൈ അല്ലെങ്കിൽ ഒരു ഇൻസെക്ട് ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവ ഈ കൈറ്റിനേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറ്റിൻ എന്ന് പറയുന്നത് ഫംഗൽ സെൽവാളിൽ മാത്രമല്ല ഇൻസെക്റ്റിന്റെ എക്സോസ്കെലിറ്റൺ, അതായത് ഇൻസെക്റ്റുകൾ എക്സോസ്കെലിറ്റൺസ് ആണെന്ന് നമുക്കറിയാം. അതായത് അവയ്ക്ക് ഈ സ്കെലിറ്റൽ സ്ട്രക്ചർ അതിന്റെ മസിലുകൾക്ക് പുറത്താണ് കണ്ടുവരുന്നത്. സാധാരണ മനുഷ്യർക്ക് മസിലുകൾക്ക് അകത്താണ് സ്കെലിറ്റൺ ഉള്ളത്. അതായത് നേരെ തിരിച്ച് മസിലുകൾക്ക് പുറത്ത് സ്കെലിറ്റൺ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇൻസെക്റ്റിനുള്ളത്. അപ്പോൾ ഇൻസെക്റ്റിന്റെ എക്സോസ്കെലിറ്റണിലും അതുപോലെ തന്നെ അവരുടെ ഗട്ട് സ്ട്രക്ചറിലും അവരുടെ ഇൻഡസ്ട്രീനൽ സ്ട്രക്ചറിലും കൈറ്റിനേസ് ഉണ്ട്, കൈറ്റിൻ ഉണ്ട് എന്നുള്ളതാണ്. കൈറ്റിൻ സെൽവാളാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈറ്റിൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നൈട്രജനും ഫോസ്ഫറസും പോലെയുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ഈ ഇമോജി വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് കൈറ്റിനേസിനെയാണ്. അപ്പൊ ഈ കൈറ്റിനേസ് പോയി കൈറ്റിനെ തിന്നുന്നു എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ആ കൈറ്റിന്റെ സ്ട്രക്ചർ, ആക്ച്വൽ ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇതൊരു സെൽവാളാണെങ്കിൽ, ഒരു കാർണിവോറസ് പ്ലാന്റിന്റെ സെൽവാളാണെങ്കിൽ ഇതിന്റെ മുകളിലുള്ളത് ഒരു ട്രാപ്പാണെന്ന് സങ്കല്പിച്ചാൽ ഒരു ഫംഗസ് ഈ പ്ലാന്റിനെ ഇതിന്റെ ഒരു നോർമൽ സെല്ലിനെ, അതായത് ട്രാപ്പ് അല്ലാത്ത ഒരു സെല്ലിനെ, ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു സെല്ലിനെ ഒരു ഫംഗൈ അറ്റാക്ക് ചെയ്യുന്നത് കരുതിയാൽ നമുക്കറിയാം ഇവിടെ ഈ കൈറ്റിനേസ് ഇവിടെ ഉണ്ട്, ഈ പ്ലാന്റിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ കൈറ്റിനേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഈ കൈറ്റിനേസിന്റെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഫംഗൈയുടെ സെൽ വാൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ഫംഗൈ ചത്തുപോവുകയും ചെയ്യും, ഫംഗൈക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യണം. അപ്പോൾ ഇതേ കൈറ്റിനേസ് അല്ലെങ്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉള്ള കൈറ്റിനേസ് ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് സൂപ്പിലും പ്രസന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി അതിനെപ്പറ്റി
പൊതുവെ പറയാനുള്ളത് ഓൾഡ് ജീൻസ് വിത്ത് ന്യൂ ഡ്യൂട്ടീസ് എന്നാണ് പറയാറുള്ളത്. അതായത് പഴയ ജീൻസ്, അതായത് ഡിഫെൻസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജീൻസും അതിന്റെ എൻസൈംസും ഇപ്പോ ഈ പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പല ഫംഗസുകളിലും പല ഇൻഹിബിറ്റേഴ്സും കണ്ടുവരാറുണ്ട്. അതായത് ഈ കൈറ്റിനേസിന്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാനുള്ള പല ഇൻഹിബിറ്റേഴ്സും പല ഫംഗസുകളിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ പ്ലാന്റ്സിന് സ്വാഭാവികമായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ആ പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ വരികയും ചെയ്തു പോകാറുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിൽ അത്രയും ഇൻഹിബിറ്റേഴ്സിന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവയ്ക്ക് വേറൊരു രീതിയിൽ ഈ ഇൻഹിബിറ്റേഴ്സിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്, ഈ ഫംഗസുകളിലുള്ള ഇൻഹിബിറ്റേഴ്സിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന കൈറ്റിനും അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന കൈറ്റിനൈസിനും രണ്ട് രീതിയിൽ ഇവോൾവ് ചെയ്യാനുള്ള ഒരു കാരണമായി കണക്കാക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ അവിടെ വെച്ചൊരു നേരിയ ചില വ്യത്യാസങ്ങൾ വന്നായി നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇതാണ് ലൈക്ക് ഈ കൈറ്റിനൈസിന്റെ ആക്ച്വൽ പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അമിനോ ആസിഡ്സ് ആണ് ഈ ഇവരുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്, പ്രോട്ടീനുകളുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ നെപ്പന്തസ് പ്ലാന്റിലുള്ള ഒരു ഡിഫൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൈറ്റിനാണ്. അതായത് ഒരു നോർമൽ ഫോട്ടോസിന്തറ്റിക് സെല്ലിൽ മറ്റ് ജീവികളിൽ നിന്നായിട്ടുള്ള ഫംഗൈ പോലുള്ള ജീവികളിൽ നിന്നായിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫെൻസീവ് കൈറ്റിനേസ് ആണ്. അപ്പോൾ ഈ ഡിഫൻസ് കൈറ്റിനേസിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇത് രണ്ടും തമ്മിലൊരു നേരിയ രീതിയിലുള്ള അമിനോ ആസിഡ്സിന്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത് കാണിച്ചിട്ടുള്ളത് ഒരു ഡൈജസ്റ്റീവ് കൈറ്റിനേസ് ആണ്. അതായത് നെപ്പന്തസിന്റെ ട്രാപ്പിൽ കണ്ടുവരുന്ന ആ ഫ്ലൂയിഡിലുള്ള ഒരു കൈറ്റിനേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നേരിയ രീതിയിലുള്ള ചില ഇവല്യൂഷണറി വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അത് പറയുമ്പോൾ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ്. അതായത് ഈ ചെടികളുടെ ഡൈജസ്റ്റീവ് സൂപ്പിൽ കണ്ടുവരുന്ന ഈ എൻസൈംസ് ഒക്കെ പലതവണ ഇവോൾവ് ചെയ്തതാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ ഇതെടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ഡിസ്റ്റന്റ്ലി റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവല്യൂഷണറി ഇതിൽ വളരെ ഡിസ്റ്റന്റ്ലി റിലേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഇടയിൽ പോലും സിമിലർ ആയിട്ടുള്ള പി ആർ പ്രോട്ടീൻ ഫാമിലീസിനെ കണ്ടുവരുന്നുണ്ട്. അഥവാ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ ഫാമിലീസിൽ നിന്നാണ് ഈ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഫൈലോജനറ്റിക് ട്രീ നോക്കുകയാണെങ്കിൽ ഇതിൽ കാർണിവോറി ആക്ച്വലി ഇവോൾവ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും പിന്നീടാണ്. അതായത് അതായത് ഇവിടെ ഈ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഈ ഫൈലോജനറ്റിക് ട്രീ വേർപെട്ട ശേഷം ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് കാർണിവോറി പിന്നീട് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചല്ല ഈ ഒരു കാർണിവോറിയ എന്നുള്ളത് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പറയുമ്പോൾ ഇത്രയും ഇവല്യൂഷണറി ഏറ്റവും താഴെ കാണിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുള്ളതും തമ്മിൽ അത്രയും ഇവല്യൂഷണറി ടൈമിൽ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് ഇവ രണ്ടും. പക്ഷെ അപ്പോൾ പോലും ഇവ ഉപയോഗിക്കുന്ന ഈ ഡൈജസ്റ്റീവ് എൻസൈംസിനെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സിനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം ഒരേ ഫാമിലിയിൽ വരുന്ന പി ആർ പ്രോട്ടീൻസ് ആണ് അവിടെ കണ്ടുവരാറുള്ളത്. അത് പക്ഷെ ഇതിൽ രണ്ടും ഈ ഒരു കാർണിവോറി എന്ന് പറയുന്ന അഡാപ്റ്റേഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും വേർതിരിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതിൽ ഒരു കോമൺ ആയി കണ്ടുവരുന്ന ഈ ഒരു ട്രീയിൽ അത് ക്ലിയർ ആവണമെന്ന് തോന്നുന്നില്ല, പക്ഷെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പി ആർ പ്രോട്ടീൻ ആണ് ഈ സിസ്റ്റീൻ പ്രോട്ടിയേസസ് അല്ലെങ്കിൽ പപ്പൈൻ എന്ന് പറയുന്നത്. പപ്പൈൻ എന്നതിനെ വിളിക്കാനുള്ള കാരണം പപ്പായയുടെ ഇലയിലാണ് ഈ ഒരു പി ആർ പ്രോട്ടീനെ ആദ്യമായി കണ്ടെത്തുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീനെ ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ട് ഇവയെ സിസ്റ്റീൻ പ്രോട്ടീസിനെ പപ്പൈൻ എന്നും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈഡിൽ ഈ കാണിച്ചിട്ടുള്ള ഡയഗ്രാമാണ് ഇതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ, ഈ പപ്പൈൻ അഥവാ സിസ്റ്റീൻ പ്രോട്ടിയേസിന്റെ ആക്ച്വൽ സ്ട്രക്ചർ. ഈ സിസ്റ്റീൻ പ്രോട്ടിയേസ് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നേരത്തെ കാണിച്ച കൈറ്റിനേസ് പോലുള്ള എൻസൈംസ് കൂടുതലായും ഇതിന്റെ പുറമേയുള്ള എക്സോസ്കെൽറ്റൺ ആണ് ബാധിക്കുന്നതെങ്കിൽ സിസ്റ്റീൻ പ്രോട്ടിയേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവയുടെ ഈ ഇൻസെക്ട്സിന്റെ കട്ടുകളിൽ ഇൻറ്റസ്റ്റീനൽ സ്ട്രക്ചറിലാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കാൻ നടത്തിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഇത് പപ്പായയുടെ ഇലയാണ്. അതിന്റെ ലാറ്റക്സിൽ പുറമെയുള്ള വാക്സിൻ പൊട്ടിങ്ങിലാണ് ഈ സിസ്റ്റീൻ പ്രോട്ടിയേസസ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതില് ഈ സിൽക്ക് വോംസിനെ അഥവാ പട്ടുനൂൽ പുഴുവിനെ ഈ പപ്പായ ലീവ്സ് ഫീഡ് ചെയ്തു. അപ്പൊ ആദ്യം
പപ്പായ ലീവ്സിനെ അതുപോലെ തന്നെ ഫീഡ് ചെയ്തപ്പോൾ ഇവ സർവൈവ് ചെയ്തില്ല. ഈ ലാർവകൾ സർവൈവ് ചെയ്യാതെ ചത്തുപോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു ഇൻഹിബിറ്ററോട് കൂടി, അതായത് സിസ്റ്റീൻ പ്രോട്ടിയേസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇൻഹിബിറ്ററിന്റെ സഹായത്തോട് സിസ്റ്റീൻ പ്രോട്ടിയേസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പപ്പായ ഫീഡ് ചെയ്തു ഈ ഇതേ ലാർവകളെ. അപ്പോൾ ലാർവകൾ സർവൈവ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ ഇല എടുത്ത് വാഷ് ചെയ്ത് ഇതിന്റെ വാക്സ് കോട്ടിങ് കംപ്ലീറ്റ്ലി കളഞ്ഞ ഇലകൾ ഇവയെ ഫീഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പപ്പായ ലീവ്സ് ഈ പ്രാണികളെ, ഈ ലാർവകളെ. അപ്പോഴും ഈ ലാർവകൾ സർവൈവ് ചെയ്തു. പിന്നീട് മറ്റൊരു ഇല, പൂർണ്ണമായും കമ്പനി ഇല്ലാത്തൊരു ഇല ഫീഡ് ചെയ്തപ്പോഴും ഈ ലാർവകൾ സർവൈവ് ചെയ്തു. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവയുടെ ഗട്ടിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിൽ ഡാമേജ് ഉണ്ടാക്കാൻ സിസ്റ്റീൻ പ്രോട്ടിയേസിന് കഴിയും എന്നുള്ളത്. അതുപോലെ തന്നെ സിസ്റ്റീൻ പ്രോട്ടിയേസസ് ഈ നെപ്പന്തസിന് പുറമെ മറ്റ് പല വീനസ് ഫ്ലൈ ട്രാപ്പിലും സൺഡ്യൂ അഥവാ ഫ്ലൈ ട്രാപ്പിൽ, സൺഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രൊസീറയാണ്, സൺഡ്യൂ ഫ്ലൈ ട്രാപ്സിലും ഒക്കെ തന്നെ കണ്ടുവരുന്ന ഒരു ഡൈജസ്റ്റീവ് എൻസൈംസിൽ കണ്ടുവരുന്നതാണ് ഈ പപ്പൈൻ അല്ലെങ്കിൽ സിസ്റ്റീൻ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം എന്നുള്ളത്. അപ്പോൾ ഈ സിസ്റ്റീൻ പ്രോട്ടിയേസ് അതുപോലെ കണ്ടുവരുന്ന സിസ്റ്റീൻ പ്രോട്ടിയേസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച നെപ്പന്തസിൽ കണ്ടുവരുന്നു എന്ന് പറഞ്ഞ കൈറ്റിനേസും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ യൂട്രിക്കുലേറിയ എന്ന് പറഞ്ഞാൽ. യൂട്രിക്കുലേറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാഡർ വോട്ട്സിനെ അഥവാ ബ്ലാഡർ ട്രാപ്സിന്റെ ഒരു ശാസ്ത്രീയ നാമമാണ് യൂട്രിക്കുലേറിയ എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണിക്കുന്ന ഒരു ചെടിയാണ് ഈ ബ്ലാഡർ വോട്ട്സ്. അപ്പോൾ ഈ ബ്ലാഡർ വോട്ട്സിന്റെ ജീനെ പറ്റി പറയുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായിട്ടുള്ളൊരു ജീനോമാണ്. ഈ ചെടിയുടെ മൊത്തം ജീനോം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയൊരു ജീനോമാണ്, ഒരു എക്സ്ട്രീം ജീനോമായിട്ടാണ് നമ്മൾ ഈ ജീനോമിനെ കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈ ജീനോമിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാൻഡം ജീൻ ഡ്യൂപ്ലിക്കേഷൻസ് നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടാൻഡം ജീൻ മ്യൂട്ടേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീൻ തന്നെ ആവർത്തിച്ച് ഇതിന്റെ സ്ട്രക്ചറിൽ കണ്ടുവരാറുള്ളത് എന്നുള്ളത്. അതായത് ഈ ഒരു ജീൻ 1 എന്ന് പറയുന്നത് തന്നെ ABCD എന്ന് പറയുന്ന 4 തവണ ഇവിടെ ആവർത്തിച്ചായി കാണിച്ചതുപോലെ പല ജീനുകളും ഇങ്ങനെ ആവർത്തിച്ച് ഇതിൽ ടാൻഡം ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻസ് ഇതിന്റെ ഹോൾ ജീനോമിൽ, ഈ വളരെ ചെറിയൊരു ജീനോം ആണെങ്കിൽ തന്നെ ഇതിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ടാൻഡം ജീൻ ഡ്യൂപ്ലിക്കേഷൻസ് കണ്ടുവരാനുള്ള ഒരു കാരണമായി പൊതുവെ നമ്മൾ വിലയിരുത്താറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീനുകൾ ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം എന്തോ വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു ജീനാണ് ഈ പലതവണ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ടാൻഡം ജീൻ ഡ്യൂപ്ലിക്കേഷൻസ് സംഭവിച്ചിട്ടുള്ളത് പെപ്റ്റൈഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ATPase ട്രാൻസ്പോർട്ട്, ഹൈഡ്രലേസ് ആക്ടിവിറ്റി പോലെയുള്ള ജീനുകളാണ്. അത് ഒരു കാർണിവോറസ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം സർവൈവലിറ്റിക്ക് വളരെ ആവശ്യമുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, കൈറ്റിനേസ് ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്ന ജീനുകൾ, സിസ്റ്റീൻ പ്രോട്ടിയേസിന്റെ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്ന ജീനുകളും ഈ രീതിയിൽ ടാൻഡം ഡ്യൂപ്ലിക്കേഷന് വിധേയമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇവയെ നിയന്ത്രിക്കുന്ന ജീനും അതേപോലെ തന്നെ ഇവയെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഇതിനെ നിയന്ത്രിക്കുന്ന ജീനുകളും സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ അതേ എൻസൈമുകളാണ് പഴയ ജീനുകൾ പുതിയ ഡ്യൂട്ടി ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ബേസിക്കലി ഒരു ഡ്യൂപ്ലിക്കേഷനിലൂടെയാണ്, ഇവല്യൂഷണറി ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേഷനിലൂടെയാണ് ഈ രണ്ട് ആക്ടിവിറ്റികളിലേക്ക് ഇവ തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഡൈജഷനും ഡിഫൻസും ആയിട്ടുള്ള രണ്ട് ആക്ടിവിറ്റിയിലേക്ക് തിരിയാൻ ഇവയെ സഹായിച്ചിട്ടുള്ളത് ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ള ടാൻഡം ജീൻ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജീൻ ഡ്യൂപ്ലിക്കേഷൻ ആണ് വാസ്തവത്തിൽ ഇവയെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ അഡാപ്റ്റേഷനിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നീട് നമ്മൾ തിരിച്ച് സിസ്റ്റീൻ പ്രോട്ടിയേസിലേക്ക് വരികയാണെങ്കിൽ ഇത് ഈ അടുത്ത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനത്തിൽ നിന്നുള്ള ചില ഒരു ഫിഗേഴ്സ് ആണ്. അതായത് ഇതിൽ കാണിച്ചിട്ടുള്ളത് യൂട്രിക്കുലേറിയയിൽ മാത്രമല്ല ചില നെപ്പന്തസ് ചെടികളിലും വന്നിട്ടുള്ള ഈ ജീനോംസ്, അതായത് ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള വേയെ ഇതാക്കുന്ന ജീനോംസ്, ഏറ്റവും പ്രത്യേകമായി സിസ്റ്റീൻ പ്രോട്ടിയേസിന്റെയും ജീനോംസ്, അവയുടെ എക്സ്പ്രഷനും അവയുടെ ഫൈലോജനറ്റിക് ആയിട്ടുള്ള റിലേഷനുമാണ്. അതായത് ഈ ഫൈലോജനറ്റിക് ആയിട്ടുള്ള റിലേഷൻ നമുക്കിവിടെ കാണാം. ഇത് ഇത്രയും വൈഡായിട്ട് ഇത്ര ചെടികൾ യൂട്രിക്കുലേറിയയ്ക്ക് പുറമെ ഇവിടെ ചില നെപ്പന്തസുകളിലും വീനസ് ഫ്ലൈ ട്രാപ്പിലും വരെ ഇവ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ ഇവിടെ എക്സ്പ്രഷൻ ഡാറ്റ കൂടി നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഡാറ്റ
നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ട്രാപ്പ്, അതായത് ഇവയുടെ ട്രാപ്പിൽ, ഈ ഇരയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രാപ്പിൽ, മറ്റ് ഷൂട്ടിൽ, അതായത് സ്റ്റെമ്മിൽ, ഇലകളിൽ, പിന്നീട് ഇൻഫ്ലോറസൻസിൽ, അതിന്റെ പൂവിൽ ഒക്കെ ഈ ജീനുകൾ ടേൺഡ് ഓൺ ആവുന്നുണ്ടോ, അഥവാ ജീൻ എക്സ്പ്രഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ശാസ്ത്രജ്ഞർ പരീക്ഷിക്കുകയുണ്ടായി. അതായത് ഈ ഇല പിന്നീട് ഇത് അരച്ചെടുത്ത ശേഷം നിരീക്ഷിച്ച് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോ ഇവർക്ക് ഈ ജീൻ എക്സ്പ്രഷനെ സംബന്ധിച്ച് മനസ്സിലായത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അഡാപ്റ്റേഷൻ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ്ഡ് ആവുന്നത് ഈ ജീനുകൾ ട്രാപ്പിലുള്ളപ്പോഴാണ്. അഥവാ ഈ ജീനുകൾ മറ്റ് സ്ഥലങ്ങളിൽ പ്രസന്റ് ആണെങ്കിൽ പോലും, ഷൂട്ടിൽ ഇൻഫ്ലോറസൻസിൽ പ്രസന്റ് ആണെങ്കിൽ പോലും, ഇവ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ഏറ്റവും കൂടി നിൽക്കുന്നത് ഈ ട്രാപ്പുകളിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിലൊരു ജീനിന്റെ സ്ട്രക്ചർ, ഇതിലൊരു പ്രോട്ടീന്റെ സ്ട്രക്ചറാണ്. അതിൽ ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിട്ടുള്ളത് ചില അമിനോ ആസിഡ് സൈറ്റ്സ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞാൽ അമിനോ ആസിഡ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ അമിനോ ആസിഡ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഇത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് ഇവയെ സംബന്ധിച്ചുള്ള. ഈ പ്രോട്ടീന്റെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ് ഇവ. അതുപോലെ ഈ അമിനോ ആസിഡ്സ് നമ്മൾ മറ്റ് ഈ സിമിലർ ആയിട്ടുള്ള പ്രോട്ടീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും വളരെ ഡ്രാസ്റ്റിക്കലി, വളരെ പെട്ടെന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ് സൈറ്റ്സ് ആണ് ഈ E24 പോലെയുള്ള ഇതിൽ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ അമിനോ ആസിഡ്സ്. അതുപോലെ തന്നെ ഈ കാണിച്ചിട്ടുള്ള ഈ ഗ്രാഫും പറയുന്ന പോലെ ഈ ജീൻ എക്സ്പ്രഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഈ യൂട്രിക്കുലേറിയ ചെടിയിലുള്ള. അപ്പോൾ പിന്നീട് നമ്മൾ നെപ്പന്തസിലേക്ക് തിരിച്ചു വരും. പിന്നീട് ഇതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടിയ വേറൊരു സ്റ്റഡി. അതായത് ഈ ജീൻ എക്സ്പ്രഷനെ മീൽ വേം, അതുപോലെ ഈ സിൽക്കോമിനെ തന്നെ അരച്ചൊരു മിക്സ്ചർ പോലൊരു പേസ്റ്റ് ഉണ്ടാക്കി ഈ നെപ്പന്തസിന്റെ പല ഭാഗങ്ങളായി നമ്മൾ ഈ ശാസ്ത്രജ്ഞർ ഡ്രോപ്പ് ചെയ്യുകയും, അത് അതിന്റെ ഈ ട്രാപ്പിലെ തന്നെ ഏറ്റവും മുകളിലുള്ള ലിഡായിട്ട് വരുന്ന സ്ട്രക്ചർ ഇത് ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. പിന്നീട് ആ പെരിസ്റ്റോം എന്ന് പറയുന്ന ഒരു സർക്കുലർ സ്ട്രക്ചറിൽ പിന്നീട് അതിന്റെ വാക്സി സോൺ, അതായത് ഇത് പെട്ട് നേരെ താഴേക്ക് പോകുന്ന വാക്സി സോണിൽ ഉപയോഗിക്കുകയുണ്ടായി. പിന്നീട് ആ ഡൈജസ്റ്റീവ് സോണിൽ യൂസ് ചെയ്യുകയുണ്ടായി. പിന്നീട് അതിന് പുറമെ ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രമുള്ള ഇലകളിൽ ഇവയെ ഡ്രോപ്പ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഇവ ഓരോന്നിലും ഈ ജീനുകളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ജീൻസ് ആണ് എക്സ്പ്രസ് ആവപ്പെടുന്നത് എന്നുള്ളത് ഈ ശാസ്ത്രജ്ഞർ പഠിക്കുന്നത്. അതായത് 24 മണിക്കൂറിന് ശേഷം ഇത് സ്പ്രേ ചെയ്ത ശേഷം 24 മണിക്കൂറിന്, ഈ മീൽവോം സ്പ്രേ ചെയ്ത ശേഷം 24 മണിക്കൂറിന് ശേഷം ഈ ഇലകളെടുത്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് പഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നും പ്രാഥമികമായിട്ട് മനസ്സിലായത് ഈ പറയുന്ന കൈറ്റിനേസസ് ആയിട്ടുള്ളത് ടേൺ ഓൺ ആവുന്നുണ്ട്. ബാക്കി ഇത് മറ്റ് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ടേൺ ഓൺ ആവുന്നുണ്ട്. അത് മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ആവുന്നത് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സോണിൽ തന്നെയാണ്. മറ്റ് സോണുകളെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്പ്രസ്ഡ് ആവുന്നത് ഈ ഡൈജസ്റ്റീവ് സോണിൽ തന്നെയാണ്. അങ്ങനെ ഏകദേശം 96ഓളം ജീനുകളുടെ ആക്ടിവിറ്റി ഈ ഒരു പഠനത്തിലൂടെ കണ്ടുപിടിക്കുകയുണ്ടായി. പക്ഷെ അതിൽ നിന്ന് തന്നെ കിട്ടിയ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, അതായത് ഡൈജഷനും മെറ്റബോളിസത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഈ മോഡിഫൈഡ് ആയിട്ടുള്ള ഡിഫൻസ് ജീനുകൾക്ക് പുറമെ പല ഫൈറ്റോ ഹോർമോൺസ് അഥവാ പ്ലാന്റ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന, പ്ലാന്റ് ഹോർമോൺസിനെ നിയന്ത്രിക്കുന്ന പല ജീനുകളും ഈ സാഹചര്യത്തിൽ ടേൺ ഓൺ ആവുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ജാസ്മോണിക് ആസിഡും സാലിസിലിക് ആസിഡും പോലെയുള്ള പ്ലാന്റ് ഹോർമോൺസ്. ജാസ്മോണിക് ആസിഡും സാലിസിലിക് ആസിഡും ഒരു സാധാരണ ചെടി ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. അതായത് ജാസ്മോണിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് പലപ്പോഴും ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ സമയത്ത്, ഒരു സാധാരണ ആൻജിയോസ്പേമിൽ ഒരു ഇൻസെക്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫംഗസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ മറ്റ് ജീനുകളെയും മറ്റ് ഡിഫെൻസീവ് ആയിട്ടുള്ള എൻസൈമുകളെയും ഈ കൈറ്റിനേസ് പോലുള്ള എൻസൈമുകളെ ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് ജാസ്മോണിക് ആസിഡും സാലിസിലിക് ആസിഡും. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ട്രാപ്പുകളിൽ
കണ്ടെത്തിയ വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മോണിക് ആസിഡും സാലിസിലിക് ആസിഡും ഇവിടെ ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈമുകളെ ടേൺ ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ അവയുടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ജാസ്മോണിക് ആസിഡിന് തന്നെ മറ്റൊരു ഫംഗ്ഷൻ ഈ സൺഡ്യൂ പ്ലാന്റ്സിൽ അഥവാ ഈ ഒരു ഡ്രോസിഗ്രയിൽ കണ്ടുവരുന്നതാണ്. അതായത് ഡ്രോസിഗ്ര മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഡ്രോസിഗ്രയും അതേപോലെ തന്നെ വീനസ് ഫ്ലൈ ട്രാപ്പും രണ്ടുമാണ് കാര്യമായ മൂവ്മെന്റ് കണ്ടിട്ടുള്ള ഈ കാർണിവോറസ് പ്ലാന്റ്സ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഈ മൂവ്മെന്റിനെ ട്രിഗർ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയൊരു പഠനത്തിൽ ഈ ഇൻസെക്ട് വന്നിരിക്കും മൂവ് ചെയ്യുന്നതിന് പുറമെ ഒരു ഡ്രോപ്പ് ജാസ്മോണിക് ആസിഡ് ഇൻസെക്റ്റിന് പകരം ഈ ചെടി കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തൊരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായത് ജാസ്മോണിക് ആസിഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഈ പ്ലാന്റ് ഇതേപോലെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ചുരുണ്ട് കൂടുന്നു ആ ജാസ്മോണിക് ആസിഡ് ഡ്രോപ്പ് ചെയ്ത ഏരിയക്ക് ചുറ്റും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായത് അവിടെയും ഇതിനെ ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു മൂവ്മെന്റിനെ ട്രിഗർ ചെയ്യുന്നത് ജാസ്മോണിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ ഈ ഫൈറ്റോ പ്ലാന്റ് ഹോർമോൺസിന് ഈ ഇതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൺവേർജന്റ് ഇവല്യൂഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കൺവേർജന്റ് ഇവല്യൂഷന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇവ കൺവേർജന്റ് ഇവോൾവ് ആണെങ്കിലും ഇവയുടെ ഡൈജസ്റ്റീവ് എൻസൈംസിലും അതുപോലെ പല ട്രാപ്പുകളും തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം അതിന്റെ ഇവല്യൂഷണറി പ്രഷർ ഒന്ന് തന്നെയായിരുന്നു. പിന്നീട് അതിലേക്ക് ഇവോൾവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് എല്ലാ ആൻജിയോസ്പോംസിലും കണ്ടുവരുന്ന ജീൻസും എൻസൈംസും, അതായത് ഡിഫെൻസീവ് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കൈറ്റിനേസ് പോലെയുള്ള എൻസൈംസിന്റെ നേരിയ രീതിയിലുള്ള ചില മോഡിഫിക്കേഷൻസ് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ ആ ഒരു സ്ട്രക്ചറിലേക്ക് ഇവ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഫങ്ഷണൽ ജീനോമിക്സ് പോലെയുള്ള പഠനങ്ങൾക്ക് ഒത്തിരി സ്കോപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഇതിനെപ്പറ്റി പഠിക്കുന്ന പല ശാസ്ത്രജ്ഞരും പറയുന്നത് അടുത്ത സ്റ്റെപ്പ് ഈ ഇവല്യൂഷണറി ബയോളജി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ജീനോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് അതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന ഒരു പഠനത്തിൽ, അതായത് ഈ ജീനുകൾ, അതായത് നമ്മൾ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ജീനുകൾ ഇവയെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അതായത് ഈ ഇൻസെക്ട്സിനെ നേരിടാൻ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ജീനേക്കാളും കുറച്ചുകൂടി കേപ്പബിൾ ആണ്, ആക്ച്വലി കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണ്, കുറച്ചുകൂടി പെട്ടെന്ന് ഇൻസെക്ട്സിനെ നേരിടാനും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് നേരിടാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ജീനുകൾ ബേസിക്കലി ഡിഫെൻസീവ് ആയിട്ട് യൂസ് ചെയ്താൽ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ടുബാക്കോ പ്ലാന്റിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുന്നുണ്ടായി. അതായത് ഈ ജീനുകളെ ടുബാക്കോ പ്ലാന്റിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഈ ഡൈജഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജീനുകൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈമുകളെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഈ ടുബാക്കോ പ്ലാന്റിൽ നമ്മൾ ഉപയോഗിച്ചപ്പോൾ അത് ഡിഫെൻസീവ് ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് വളരെ ഇഫക്റ്റീവായി ചെയ്യുന്നതായിട്ട് ഈ അടുത്ത് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ഇതിൽ ഈ പെസ്റ്റിസൈഡ്സുകൾക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ ഈ ജനറ്റിക് മോഡിഫിക്കേഷന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ നമുക്ക് ഒരുപക്ഷെ വളരെ ഇതായിട്ട് ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇതാണ് ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഹലോ, താങ്ക് യു. താങ്ക് യു. വളരെ ഇൻഫോർമേറ്റീവായ പ്രഭാഷണമായിരുന്നു. താങ്ക് യു ഫോർ ടോക്ക്. കാരണം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഇതിൻ്റെയൊക്കെ മേഖലകളിലുള്ള പുരോഗതി, കൂടുതൽ ഉൾക്കാഴ്ചകൾ ഇതിനെക്കുറിച്ച് നമുക്ക്, അതായത് കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് നൽകും. പിന്നെ നേരത്തെ ഒരു നവീൻ പറഞ്ഞിരുന്നു, അതായത് പിക്ചർ പ്ലാന്റിലുള്ള യു വി ഗ്ലോ, ഫ്ലൂറസെന്റ് ഗ്ലോ എന്നുള്ളത് അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊരു കേരളത്തിനൊരു അഭിമാനിക്കാവുന്ന ഘടകമുണ്ട്. ഇത് കണ്ടുപിടിച്ചത് കേരളത്തിലത്തെ JNT വിജയറായി, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡനിലത്തെ ശാസ്ത്രജ്ഞരാണ് ഇവർ കണ്ടുപിടിച്ചത്. 2013 ഈ കണ്ടുപിടുത്തം നടത്തിയത്. അതായത് ഈ റിമ്മിന് ചുറ്റുള്ള ഫ്ലൂറസെന്റ് ഗ്ലോ ഈ പ്രാണികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് അവർ കണ്ടുപിടിച്ചു. വളരെ യാദൃശ്ചികമായിട്ട് കണ്ടുപിടിച്ചാണ്, വേറെ ഒരു എക്സ്പെരിമെന്റിന്റെ ഇടയിൽ അവര് കണ്ടുപിടിച്ചാണ്. കാരണം ആ സമയത്ത് കുറച്ച് ഇന്റർനാഷണൽ പ്രശസ്തി നേടിയിരുന്നു. ഈ കാര്യങ്ങളും ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇതെങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഇവരെ ഈ പ്രാണികളെ ട്രാപ്പ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഡെഡ് ലീഫോ അല്ലെങ്കിൽ
ഇതൊക്കെ ഈ ചെടിയിൽ സ്വാഭാവികമായിട്ട് വന്ന് വീഴാം അല്ലെ? ഈ കാർണിവോറസ് ചെടിയുടെ ഡെഡ് ലീഫ് അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ സ്വാഭാവികമായിട്ട് വന്ന് വീഴാം. അത് പ്രാണികളെയും ഇങ്ങനത്തെ ഡെഡ് ലീഫിനും എങ്ങനെയാണ് ഇത് വേർതിരിക്കുന്നത്, മനസ്സിലാക്കുന്നത്? അത് കണ്ടിന്യൂ അത് ട്രാപ്പ് ചെയ്യൂ. ചോദ്യം വ്യക്തമായോ? ആ, അതായത് പ്രാണികളെയും ഇടയ്ക്ക് ഡിസ്കണക്ട് ആയി പോയി തോന്നുന്നു. ആണോ? അതായത് ഇപ്പോ സപ്പോസ് ഒരു ഡെഡ് ലീഫ് ചെടിയിലേക്ക് ഇപ്പൊ സപ്പോസ് വീനസ് ഫ്ലൈ ട്രാപ്പിലേക്ക് വീണുന്നതായിരിക്കുക. ഈ ഡെഡ് ലീഫിനെയും പ്രാണീനെയും എങ്ങനെയാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യണത്? വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ അല്ലെങ്കിൽ വീനസ് ഫ്ലൈ ട്രാപ്പോ ഏതെങ്കിലും കാർണിവോറസ് പ്ലാന്റ്. അതായത് ഇപ്പോ അതായത് ഈ ഇലകളുടെ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും ഈ ചെറിയ സാൽമണ്ടേഴ്സോ അല്ലെങ്കിൽ ഈ ചെറിയ മാമൽസ് ഒക്കെ പലപ്പോഴും വലിയ പിക്ചർ ട്രാപ്പുകളിൽ വീണ് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഇത് ഡൈജസ്റ്റ് ചെയ്യാറില്ല, അത് അവിടെ കിടന്ന് ഡ്രൗൺ ചെയ്ത് മരിച്ചു പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സാലിസിലിക് ആസിഡ് പോലെയുള്ള ഹോർമോൺസിന് ഈ അല്ലെങ്കിൽ ഈ നൈട്രജൻ ഈ കൈറ്റിനോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസ് ഉള്ള ഇതാണെങ്കിൽ സ്വാഭാവികമായി ഇത് ക്ലോസ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാമൽസിന് എക്സോസ്കെൽറ്റൺ അല്ല, ഈ സാൽമണ്ടേഴ്സിനൊന്നും ഇപ്പൊ സ്വാഭാവികമായി ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, ഇത് അവിടെ കിടന്ന് ലൈക്ക് ഡ്രൗൺ ചെയ്ത് ചത്തുപോകുക മാത്രമാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആയിരിക്കണം. താങ്ക് യു. സയൻസ് പീപ്പിൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. ഞാൻ ഫ്രാൻസിലാണ്. താങ്ക്സ്. താങ്ക് യു നവീൻ ഫോർ ദ ഗ്രേറ്റ് ടോക്ക്. നല്ല ടോക്കായിരുന്നു. ചില തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ കഴിഞ്ഞു. കാരണം ഈ കാർണിവോറസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയിരുന്നത് അതിന്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം ജന്തുക്കളാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതാണ്. ഇത് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ജീവികളെ ഭക്ഷിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അതുപോലെ തന്നെ പ്രോട്ടോ കാർണിവോറസ് സ്റ്റേജ് ഇതിന്റെ എവല്യൂഷണറി സ്റ്റേജിൽ ഉണ്ടെന്നുള്ളത് വളരെ രസകരമായിട്ട് തോന്നിയാണ്. അല്ല, ഉണ്ടായിരിക്കണം, എന്നാലും അത് അങ്ങനെയാണ് എവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ജനറൽ ചോദ്യമാണ്. നമ്മളിപ്പം ഫോട്ടോസിന്തസിസിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഹെർബിവോറസ് ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്, അതുപോലെ മറ്റ് അനിമൽസിലെ ഭക്ഷിക്കുന്ന കാർണിവോറസ് അനിമൽസ് ഉണ്ട്. അതുകൂടാതെ ഈ കാർണിവോറസ് പ്ലാന്റ്സും ഉണ്ട്. ഹെർബിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോ? മറ്റ് പ്ലാന്റ്സിനെ ഭക്ഷണമാക്കുന്ന പ്ലാന്റ്സ് ഉണ്ടോ ജീവലോകത്ത്? ഹെർബിവോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഈ ഇത്തിക്കണ്ണി പോലെയുള്ള ചെടികൾ നമുക്കറിയാം, അത് നൈട്രജനും ഫോസ്ഫറസും അബ്സോർബ് ചെയ്യുന്നത് മറ്റുള്ള ചെടികളിൽ നിന്നാണ്, മറ്റുള്ള മരങ്ങളിൽ നിന്നാണ്. അതുണ്ട്. ഫംഗസ് ആൻജിയോസ്പേംസിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എനിക്ക് ഹാൻഡ് റൈസിന്റെ ലോഗോ കാണുന്നില്ല. ഹലോ, എൻ്റെ പേര് കിരൺ എന്നാണ്. നവീൻ, താങ്ക് യു, നല്ല സെഷൻ ആയിരുന്നു. എൻ്റെ ഒരു ചോദ്യം, ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു കൺവെർജന്റ് എവല്യൂഷനാണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. നെപ്പന്തസിന്റെ പല സ്പീഷികളിലും ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്ലാന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ കൺവെർജന്റ് എവല്യൂഷൻ കാരണം കൊണ്ട് ഒരേപോലത്തെ ട്രാപ്പിംഗ് മെക്കാനിസം ഒക്കെ എവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അത് ഒരു വളരെ ക്ലോസ് റിലേറ്റഡ് സ്പീഷിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പൊതുവെ നെപ്പന്തസ് ചെടികളുടെ ഫ്ലവർ സ്ട്രക്ചർ ഒക്കെ സിമിലർ ആണ്, ഒരേപോലത്തെ സ്ട്രക്ചറുകൾ കാണുന്നത്. അപ്പൊ അതിൽ എന്ത് എവല്യൂഷൻ പ്രഷർ ആണ് ഉണ്ടായിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ റെയിനി ആയിട്ടുള്ള എന്താ പറയാ, ഹൈലാൻഡ് റെയിനി ഏരിയയിലൊക്കെയാണ് നെപ്പന്തസ് കാണുന്നത്. അപ്പൊ അവിടെ തന്നെ ഇപ്പോ ആൻജിയോസ്പേംസിൽ പല രീതിയിലുള്ള ഫ്ലോറൽ സ്ട്രക്ചറുകൾ കാണാറുണ്ട്. പിന്നെ വേറൊരു ചോദ്യം ഇതായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
പൊതുവെ നെപ്പന്തസ് പ്ലാന്റ്സിൽ സ്പീഷീലൊക്കെ ബ്രീഡേഴ്സൊക്കെ ഞാൻ കാണുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ് തന്നെ ഉണ്ടെന്നാണ്. അപ്പൊ അതെങ്ങനെയാണ് യൂണിഫോം ആയിട്ട് വരുന്നത് ഈ ഇവല്യൂഷനിൽ? വേറെ ചോദ്യമുണ്ട്, ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം. താങ്ക് യു. ഈ മെയിൽ ആൻഡ് ഫീമെയിലിനെ സംബന്ധിച്ചിട്ടുള്ള ആൻസർ എനിക്ക് കൃത്യമായിട്ട് പറയില്ല. പക്ഷെ മറ്റേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഇതാണുള്ളത്. ഒന്ന് ഈ നെപ്പന്തസ് അല്ലെങ്കിൽ ആ പിക്ചർ ട്രാപ്പുകൾ തമ്മിലുള്ള റിലേഷൻ, ഇവല്യൂഷണറി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള ട്രാപ്പിനേക്കാളും കുറവാണ്. ബേസിക്കലി ഫൈലോജെറ്റിക് ട്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഈ രണ്ട് തരത്തിലുള്ള, ഇപ്പോൾ ഓസ്ട്രേലിയ കണ്ടുവരുന്ന ഒരു പിക്ചർ ട്രാപ്പും ഇന്ത്യ കണ്ടുവരുന്ന ഒരു പിക്ചർ ട്രാപ്പും തമ്മിലുള്ള ഒരു ഇവല്യൂഷണറി ഡിസ്റ്റൻസ്, ആ രണ്ട് പിക്ചർ ട്രാപ്പുകൾ തമ്മിലുള്ള ഇവല്യൂഷണറി ഡിസ്റ്റൻസ് ബേസിക്കലി ഒരു വീനസ് ഫ്ലൈ ട്രാപ്പിനെ ഉള്ളതിനേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് കണ്ടുവരുന്ന റീജിയൻസിൽ, അതായത് ഇപ്പോൾ ഒരു ഡ്രൊസീറ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുമ്പോൾ അവിടെ തന്നെ ഏതുണ്ട്, ലൈക്ക് നമ്മുടെ നീലക്കുറിഞ്ഞിയുണ്ട്. അപ്പൊ മറ്റ് ഫ്ലോറൽ സ്ട്രക്ചറുകളും മറ്റ് ചില ചെടികളും ഈ ഒരു ഇവിടെ തന്നെ കണ്ടുവരുന്നതാണ്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് ആ ഫ്ലോറൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കാരണം ലൈക്ക് പല രീതിയിലുള്ള അല്ലെങ്കിൽ ഒന്നിലധികം അഡാപ്റ്റേഷൻസിന് ബേസിക്കലി ഈ ഒരു ഇവല്യൂഷണറി പ്രോസസ്സിനെ അതിജീവിക്കാൻ കഴിയും. അതിൽ ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കാർണിവോറി. അഥവാ ഈ കാർണിവോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പഠനങ്ങൾ അതിൽ നടത്തിയത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. മറ്റ് ഇത്തരത്തിലുള്ള ചെടികളിൽ മറ്റ് പല രീതിയിലുള്ള അഡാപ്റ്റേഷൻസ്, അതായത് ഇപ്പോ ഇതിന്റെ വേരുകൾക്കൊക്കെ, ഈ നീലക്കുറിഞ്ഞിയുടെ ഒക്കെ വേരുകൾക്ക് കൂടുതൽ ഇത് നൈട്രജൻ ഒക്കെ വളരെ കുറഞ്ഞ അളവിലാണ് മണ്ണിലുള്ളതെങ്കിലും അത് കൂടുതൽ ആഗീരണം ചെയ്യാനുള്ള ശേഷി കൂടുതലാണ്. അതുപോലെയുള്ള മറ്റ് അഡാപ്റ്റേഷൻസ് അവിടെ കണ്ടുവരുന്ന മറ്റ് സസ്യങ്ങളിൽ പ്രസന്റ് ആണ് എന്നുള്ളതാണ്. അത് രണ്ടും അവർ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നു. ഓക്കെ, പാർഷ്യലി എനിക്ക് ആ ഒരു ആൻസർ കിട്ടി. അപ്പോഴും ഈ പറയുന്ന ഒരു ഫ്ലവേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മെയിൽ ആൻഡ് ഫീമെയിൽ, അത് പിന്നീട് നോക്കാം. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ടെറിഡോഫൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ആൻജിയോസ്പെംസിനേക്കാളൊക്കെ ഒരുപാട് മുന്നേ ഇവോൾവ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഫേൺസ് എല്ലാവരും. അപ്പൊ എന്തുകൊണ്ടാണ് പൊതുവെ ടെറിഡോഫൈറ്റ്സിൽ ഇങ്ങനെ കാർണിവോറി കാണാത്തത്? ഒരുപാട് എവല്യൂഷൻ പ്രഷർ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്ലാന്റ്സ് അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബേർഡ് നെസ്റ്റ് ഫേൺ ഒക്കെ എടുത്താല് അതിൽ ഓൾറെഡി ഒരു ലിറ്റർ ഇപ്പൊ ബേർഡ് എന്താ പറയാ, ലീഫ് ലിറ്റർ ഒക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു കോണിക്കൽ ഷേപ്പ് ഒക്കെ ഉണ്ട്. ചില പ്ലാന്റ്സ് മരത്തിലൊക്കെ കാണുന്നില്ല, ഇങ്ങനെ ലീഫ് ലിറ്റർ ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. ഈ കാർണിവോറി ഇത് ഇങ്ങനെ ടെറിഡോഫൈറ്റ്സിൽ പൊതുവെ എന്തുകൊണ്ടാണ് കാണപ്പെടാത്തത് എന്നുള്ള എന്തെങ്കിലും ഒരു പഠനം നടന്നുണ്ടോ? ഇതുവരെ എന്റെ അറിവിലില്ല. അത് ഇപ്പൊ കണ്ടുവരുന്ന ലൈക്ക് ഈ കാർണിവോറസ് ആയിട്ടുള്ള ട്രേറ്റ്സ് എല്ലാം കണ്ടുവരുന്ന പ്ലാന്റ്സ് എല്ലാം ഇപ്പൊ ആൻജിയോസ്പേംസിലാണ് ഉൾപ്പെടുന്നത്. അത് അതിന്റെ കുറച്ചുകൂടി, അതായത് അതിന്റെ ഈ ഡിഫെൻസീവ് മെക്കാനിസം സംബന്ധിച്ചിട്ടുള്ള ജീനുകളൊക്കെ ഇതിന്റെ അത്ര സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ ഈ ജീനുകൾ അവിടെ പ്രസന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടി വരും. താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഒരുപാട് നന്ദി. ഈ സംഘാടകർക്കും ഒരുപാട് നന്ദി. FB ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഡാർവിന്റെ പുസ്തകം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. ഓക്കെ. അത് നമ്മൾ പറഞ്ഞാല് വാച്ചിങ് FB ലൈവ്. അപ്പൊ നന്ദു മ്യൂട്ട്. ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. BS ലാലിൽ നിന്നാണ്. ഈസ് ദെയർ എനി പോളിനേഷൻ ഇൻസെക്ട് എക്കോസിസ്റ്റം കോൺഫ്ലിക്ട് ഇൻ ദ കേസ് ഓഫ് കാർണിവോറസ് പ്ലാന്റ്സ്? അതെ, കാർണിവോറസ് പ്ലാന്റ്സ് ബേസിക്കലി ആൻജിയോസ്പേംസ് ആയതുകൊണ്ട് തന്നെ അവിടെ പോളിനേഷൻ ഒരു ആവശ്യകത അവിടെ ബാക്കിയുള്ള പ്ലാന്റ്സിലെയും പോലെ ഉണ്ട്. പിന്നെ ഒന്ന്, രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടുവരുന്ന ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ന്യൂട്രിയൻസിന് കുറവ് നേരിട്ടിരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അവിടെ മറ്റ് കോമ്പറ്റീഷനുകൾ, ബേസിക്കലി മറ്റ് പ്ലാന്റ്സുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കോമ്പറ്റീഷന്റെ തോത് എന്ന് പറയുന്നത് ബേസിക്കലി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവ ലൈക്ക് അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റം കോൺഫ്ലിക്റ്റ് അവിടെ കാര്യമായി
ഉണ്ടായിട്ടില്ല ഈ ഒരു ഇവല്യൂഷന്റെ ടൈം. ഇനി ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹലോ, ഞാൻ ലക്ഷ്മി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു നവീൻ, താങ്ക് യു. എൻ്റെ ഒരു സംശയം, ഈ പ്ലാന്റ്സിൽ ഇപ്പം ആക്റ്റീവ് ട്രാപ്സ് ഉള്ള അല്ലെങ്കിൽ മൂവ്മെന്റ് ഉള്ള ട്രാപ്സ് എന്ന് പറയുന്ന ഡ്രോസേറ അല്ലെങ്കിൽ വീനസ് ഫ്ലൈ ട്രാപ്പ്, യൂട്രിക്കുലേറിയ, ഇവരിലൊക്കെ ഈ ഒരു മൂവ്മെന്റിന്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം, അത് എങ്ങനെയാണ് ഇവരുടെ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ ജാസ്മോണിക് ആസിഡ് ആണ് ആക്ച്വലി ആ മൂവ്മെന്റിനെ ട്രിഗർ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ അത് വളരെ എനർജി കോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടിയാണ്, ലൈക്ക് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിലൊക്കെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു മൂവ്മെന്റിനെ ബേസിക്കലി, അതായത് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ മൂവ്മെന്റിന്റെ ഇവല്യൂഷൻ പറയുകയാണെങ്കിൽ അത് മറ്റൊരു ഡ്രോസീറയിൽ മൂവ്മെന്റ് ഉള്ള ഡ്രോസീറകളിൽ നിന്നാണ് അത് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മെക്കാനിസത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതാണ്. ജാസ്മോണിക് ആസിഡ് ആണ് ബേസിക്കലി മൂവ്മെന്റിനെ ട്രിഗർ ചെയ്യുന്നത്. വീനസ് ഫ്ലൈ ട്രാപ്പിലും അതെ, മറ്റേ നോർമൽ ഫ്ലൈ ട്രാപ്പിലും. ഓക്കെ, ഞാൻ ഇങ്ങനെ വായിച്ചത് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ തൊട്ടാവാടി പോലത്തെ ചെടികളിലൊക്കെ ഇല മൂവ് ചെയ്യുന്നത് ടർഗർ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണോ ഇതിലും ഫ്ലൂയിഡ് മൂവ്മെന്റ് വെച്ചിട്ടാണോ ഇവർ ഈ മൂവ് ചെയ്യുന്നത് എന്ന് അറിയാനായിരുന്നു ചോദിച്ചത്. ഓക്കെ, വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ആവാൻ സാധ്യതയില്ല. കാരണം ഈ ഡിഫെൻസീവ് ജീൻസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫൈറ്റോ പ്ലാന്റ് ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇത് നടക്കാറുള്ളത്, ഈ ഒരു മൂവ്മെന്റിനെ ട്രിഗർ ചെയ്യാറുള്ളത്. നവീൻ, ഇതിലെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഫിസിക്കൽ ആക്ഷൻ, റൈറ്റ്? അപ്പൊ അവിടെ എന്ത് ട്രിഗർ ചെയ്യുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ആ ഒരു ലിവർ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ എന്താ പറയാ, ന്യൂമാറ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രഷർ വരുന്നത്. അപ്പൊ അതില് തൊട്ടവാടിയിലൊക്കെ ഈ അതിലത്തെ വാട്ടർ ആണ് എന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെയാണോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതെ, അത് അതിന്റെ കുറച്ചുകൂടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഈ ഇലക്ട്രിക് ചാർജസ് ആണ് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യാറുള്ളത്. അത് ബ്ലാഡർ വോർത്തിലാണെങ്കിലും അതെ, ബാക്കി വീനസ് ഫ്ലൈ ട്രാപ്പിലാണെങ്കിലും അതെ. ഇത് പലപ്പോഴും ഈ ഇതിന്റെ തന്നെ ഇത് ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു ഹോർമോൺ തന്നെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജ് ഈ പ്ലാന്റ്സിലൂടെ, സിംഗിൾ ഇലക്ട്രിക് ചാർജ് ഈ രണ്ട് ലോബുകളുടെ മിഡ്ട്രിപ്പിലൂടെ ചെയ്യുകയും അങ്ങനെയാണ് ഇത് ഈ ഒരു ക്ലോസിങ്, ഈ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആണ് ബേസിക്കലി അത് ഇൻഡ്യൂസ് ചെയ്യാറുള്ളത്. തൊട്ടാവാടിയിൽ അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഇതിൽ ഈ ഒരു ഇലക്ട്രിക് ചാർജിന്റെ അക്യുമുലേഷന്റെ ഫലമായിട്ടാണ് വരാറുള്ളത്. ഓക്കെ, താങ്ക് യു നവീൻ. നീ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലാതെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യമായി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വൺ ജനറൽ ക്വസ്റ്റ്യൻ, വീണ്ടും BS ലാലിൽ നിന്നാണ്. സോറി, നോട്ട് റിലേറ്റഡ് ടു ടുഡേ സബ്ജക്ട്. ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് കുഴപ്പമില്ല. ഫിൻലൻഡിലെ ഇത് പറയുകയാണെങ്കിൽ സ്കൂൾ സിസ്റ്റം ആണ് ഇവിടെ ഇവരുടെ സിഗ്നേച്ചർ. ഇത് കോളേജിനേക്കാളും കൂടുതൽ സ്കൂൾ സിസ്റ്റം ആണ് ഫിൻലൻഡിന്റെ ഒരു സിഗ്നേച്ചർ സിസ്റ്റം ആയിട്ട് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അത് വളരെ ഡിഫറെന്റ് ആണെന്ന് പറയാം. അതായത് ഈ കഴിഞ്ഞ പ്രൈം മിനിസ്റ്ററോട്, സാന മറീനോട് ഇതിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിന് ആൻസർ പറഞ്ഞത് 4ാം ക്ലാസ് വരെ ഞങ്ങൾ ഹോംവർക്ക് ഒന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എന്നുള്ളതാണ്. വളരെ പ്രഷർ കുറഞ്ഞ ആ രീതിയിലാണ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആരെങ്കിലും? ഇല്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് നവീനാണ്. വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിജ്ഞാനപ്രദമായ ടോക്കായിരുന്നു. കാരണം എല്ലാ ഫീൽഡും കവർ ചെയ്തു നവീൻ. പിന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച സയൻസ് വീപ്പോണിനും നന്ദി പറയുന്നു.
പിന്നെ ഇത് ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.